2022-24 സീസൺ പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് ഏപ്രിൽ 19 തുടക്കം കുറിക്കും. ആദ്യ പ്ലേ ഓഫ് എലിമിനേറ്ററിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC 2023 സൂപ്പർ കപ്പ് ജേതാക്കളായ ഒഡീഷ FCയാണ് നേരിടുന്നത്. ലീഗ് റൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC 5-ാം സ്ഥാനത്തും ഒഡീഷ FC 4-ാം സ്ഥാനത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് പ്ലേ ഓഫ് എലിമിനേറ്റർ എവേ പോരാട്ടമാണ്. തുടർച്ചയായ സീസണിലാണ് പ്ലേ ഓഫ് എലിമിനേറ്ററിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എവേ പോരാട്ടത്തിനിറങ്ങുന്നത്. 2022-23 ISL പ്ലേ ഓഫ് എലിമിനേറ്ററിലെ ഒരു അനുഭവം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അന്ന് ബംഗളൂരു FCക്കെതിരെ അവരുടെ തട്ടകത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പ്ലേ ഓഫ് എലിമിനേറ്റർ പോരാട്ടം. 96-ാം മിനിറ്റിൽ സുനിൽ ഛേത്രി നേടിയ വിവാദ ക്വിക്ക് ഫ്രീ കിക്ക് ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായി. സെർബിയൻ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കമനോവിച്ചിന്റെ ശിക്ഷണത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിക്കുന്ന തുടർച്ചയായ 3-ാം സീസണാണ് 2023-24. മാത്രമല്ല 2021-22 സീസണിന് ശേഷം സെമി ഫൈനലിൽ പ്രവേശിക്കുക എന്നതും ഇവാൻ വുക്കമനോവിച്ചിന്റെയും കുട്ടികളുടെയും ലക്ഷ്യമായിരുന്നു. 2023-24 സീസണിൽ പരിക്കിന്റെ പ്രശ്നങ്ങളിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC പ്ലേ ഓഫ് എലിമിനേറ്ററിൽ എത്തി നിൽക്കുന്നത്. സീസൺ തുടങ്ങുന്നതിന് മുൻപ് ഓസ്ട്രേലിയൻ സൈനിങ് ആയ ജോഷുവ സെറ്റോറിയോ മുതൽ ഘാന സ്ട്രൈക്കർ ക്വമെ പെപ്രെ, ഉറുഗ്വേൻ പ്ലേ മേക്കർ അഡ്രിയാൻ ലൂണ, ഗ്രീക്ക് സെന്റർ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡാമെൻഡക്കോസ് എന്നിവർ വരെ ഈ സീസണിൽ പരിക്കിനെ തുടർന്ന് കളത്തിന് പുറത്തായി. ജോഷുവ സെറ്റോറിയോ പൂർണ്ണമായും, ക്വമെ പെപ്രെ ഭാഗികമായും സീസണിൽ നിന്നും പുറത്തായത്. എന്നാൽ മുഖ്യ പരിശീലകൻ ഇവാൻ വുക്കമനോവിച്ചിന്റെ മാജിക്കും മഞ്ഞപ്പട ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതും തീർച്ചയാണ്. ഇവാൻ കൊച്ചി ക്ലബിനൊപ്പം എത്തിയ ശേഷം എല്ലാ സീസണിലും പ്ലേ ഓഫ് കളിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ തുടർച്ചയായി 3 പ്ലേ ഓഫ് കളിക്കുന്നത് ഇതാദ്യമായാണ്. ഇവാൻ വുക്കമനോവിച്ചിന്റെ തന്ത്രങ്ങൾക്ക് മാത്രമേ നിലവിലെ അവസ്ഥയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫ് കടക്കാൻ സാധിക്കൂ എന്ന് ആരാധകരും ഉറച്ചു പറയുന്നു. പ്ലേ ഓഫ് എലിമിനേറ്ററിൽ 2 സൂപ്പർ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് സംഘത്തിൽ ഉണ്ടാകുമോ എന്നതിനാലാണ് മഞ്ഞപ്പട ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. പരിക്കേറ്റ് വിശ്രമത്തിലുള്ള ഗ്രീക്ക് സെന്റർ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡാമെൻഡക്കോസും ഉറുഗ്വേൻ പ്ലേ മേക്കർ അഡ്രിയാൻ ലൂണയും തിരിച്ചെത്തുമോ എന്നതിനാണ് മഞ്ഞപ്പട ആരാധകരുടെ കാത്തിരിപ്പ്. പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ 2 ലീഗ് റൗണ്ട് മത്സരങ്ങളിലും ദിമിത്രിയോസ് ഡാമെൻഡക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് സംഘത്തിനൊപ്പം ഇല്ലായിരുന്നു. 2 ആഴ്ചത്തെ വിശ്രമമാണ് ദിമിത്രിയോസിന് പറഞ്ഞിരിക്കുന്നത്. ഒഡീഷ FCക്കെതിരായ പ്ലേ ഓഫ് എലിമിനേറ്ററിൽ ദിമി തിരിച്ചെത്തിയേക്കുമെന്നും പകരക്കാരനായിരിക്കും കളിക്കുക എന്നും സ്ഥിരീകരിക്കാത്ത സൂചനകളുണ്ട്. ഗ്രീക്ക് താരം തിരിച്ചെത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഊർജ്ജം വർദ്ധിക്കും എന്നതിൽ സംശയമില്ല. 2023-24 സീസണിൽ 16 മത്സരങ്ങളിൽ നിന്ന് 13 ഗോൾ 31-കാരനായ ദിമിത്രിയോസ് നേടിയിരുന്നു. ISL ഈ സീസണിൽ ടോപ്പ് സ്കോറർ സ്ഥാനവും ഈ ഗ്രീക്ക് താരത്തിന് തന്നെയാണ്. പരിക്കിനെ തുടർന്ന് അഡ്രിയാൻ ലൂണ 2023 ഡിസംബർ മുതൽ കളത്തിന് പുറത്താണ്. എന്നാൽ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനൊപ്പം പരിശീലനം നടത്തുന്നുണ്ട് എന്നും സൂചനകളുണ്ട്. ഒഡീഷ FCക്കെതിരായ ലൂണ എത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത വർദ്ധിക്കും. 9 മത്സരങ്ങളിൽ മാത്രമാണ് ഈ സീസണിൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ കളിച്ചത്. 3 ഗോൾ നേടുകയും 4 ഗോളിന് അസിസ്റ്റ് നടത്തുകയും ചെയ്തു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 2023-24 പ്ലേ ഓഫ് എലിമിനേറ്ററിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. ഏപ്രിൽ 19-നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എലിമിനേറ്റർ പോരാട്ടം നടക്കുക. ചുരുക്കത്തിൽ ദിമിത്രിയോസ് ഡാമെൻഡക്കോസും അഡ്രിയാൻ ലൂണയും തിരിച്ചെത്തിയാൽ ഒഡീഷ FCക്ക് എതിരായ പ്ലേ ഓഫ് എലിമിനേറ്ററിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത വർദ്ധിക്കും. 2023-24 സീസണിൽ ഇരു ടീമും ലീഗ് റൗണ്ടിൽ 2 തവണ ഏറ്റുമുട്ടിയപ്പോൾ ഓരോ ജയം വീതം നേടിയിരുന്നു.